നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കേരളത്തിലെത്തിയ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ മിസ്ത്രി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഓരോ നേതാക്കളും നിയമസഭയിലേക്ക് പരിഗണിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ മിസ്ത്രിയെ ധരിപ്പിച്ചു. മറ്റന്നാൾ കേരളത്തിലെ നേതാക്കൾ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. RB സനൂപ് ചേരുന്നു. സനൂപ്, നേതാക്കളുമായി മധുസൂദനൻ മിസ്ത്രി ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ അറിയിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്? ധന്യ, തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക ചർച്ചകളിലേക്ക് മാത്രമാണ് കടന്നിട്ടുള്ളത്. സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി, അതേപോലെ തന്നെ അംഗങ്ങളായിട്ടുള്ള സെയ്ദ് നാസർ ഹുസൈൻ, നീരജ് ഡാംഗി, അഭിഷേക് ദത്ത് എന്നിവരാണ് നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അടൂർ പ്രകാശ് MP തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായിട്ടും കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് മധുസൂദൻ മിസ്ത്രിയെ ധരിപ്പിച്ചത്. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ പരിഗണിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട്. കെ സുധാകരനുമായിട്ട് പ്രത്യേകമായിട്ടായിരുന്നു ചർച്ച നടത്തിയത്. കാരണം രാവിലത്തെ ഈ പ്രധാനപ്പെട്ട നേതാക്കളുമായി ഒരുമിച്ചിരുത്തിയായിരുന്നു ചർച്ച നടത്തിയത്. പക്ഷേ അതിൽ കെ സുധാകരൻ എത്താൻ വൈകിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പ്രത്യേകമായിട്ടായിരുന്നു അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയത്. നേതാക്കൾക്കെല്ലാം തന്നെ അവർ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കൊന്നും മധുസൂദൻ മിസ്ത്രിയുമായിട്ട് നടന്നിട്ടില്ല. ഇനിയിപ്പോൾ മറ്റന്നാൾ കേരളത്തിലെ നേതാക്കൾ ഡൽഹിയിൽ പോകുന്നുണ്ട്. ഡൽഹിയിൽ ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തും. രാഹുൽ ഗാന്ധിയുമായിട്ടും മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടും വിശദമായിട്ട് ചർച്ച അവിടെ നടത്തുന്നുണ്ട്. ചില MP-മാർ മത്സരിക്കാനുള്ള സന്നദ്ധ മറ്റുമൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ KPCC അധ്യക്ഷനും മത്സരിക്കാനുള്ള സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഒരു ചർച്ച എന്തായാലും മറ്റന്നാളത്തെ ഡൽഹി യാത്രയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് കഴിഞ്ഞ ശേഷം 19-ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നുണ്ട്. കൊച്ചിയിൽ അദ്ദേഹം ഇപ്പോൾ ജയിച്ചിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ജയിച്ചിട്ടുള്ള ജനപ്രതിനിധികളുമായിട്ടൊക്കെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതോടുകൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചർച്ചകളിലേക്ക് കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് തന്നെ കടക്കുകയും ചെയ്യും.